മണിശങ്കർ അയ്യർ ഒരു കാലത്ത് കോൺഗ്രസിന്റെ താപ്പാനകളിൽ ഒരാളായിരുന്ന ഇന്ന് ഔട്ട്ഡേറ്റഡ് ആയ നേതാവ്. ആയ കാലത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് എല്ലാ പദവികളും നേടി ജീവിച്ച് ഇപ്പോ 80 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് ഒരു മോശം പാർട്ടിയായി തോന്നാൻ തുടങ്ങിയത്. ചാട്ടം എങ്ങോട്ടാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇനി ചാടിയാൽ കുഴിയിലേക്കാണെന്ന ധാരണ പുള്ളിക്കുണ്ടെങ്കിലും മക്കളും കൊച്ചുമക്കളും ചാടിക്കുക തന്നെ ചെയ്യുമെന്ന സൂചനയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. ഭക്ഷണം കഴിക്കാനും കോൺഗ്രസിനെ വിമർശിക്കാനും മാത്രം വായ തുറക്കുന്ന അവസ്ഥയിലേക്ക് മണിശങ്കർ എത്തിയതിന്റെ കാരണം തിരയുന്നതിന് മുൻപേ അയാൾ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ വാസ്തവം നമുക്കൊന്ന് പരിശോധിക്കാം. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി മാറി നിന്ന് ഒരു പ്രാദേശിക നേതാവിന് അവസരം നൽകണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. മമതാ ബാനർജി, അഖിലേഷ് യാദവ്, MK സ്റ്റാലിൻ, തേജസ്വി യാദവ് എന്നിവർക്ക് സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാമെന്നും മണിശങ്കർ അയ്യർ നിർദ്ദേശിച്ചു. സമീപകാലത്തെ കോൺഗ്രസ് തിരിച്ചടികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രാദേശിക നേതാക്കൾക്ക് മുന്നണിയെ ശക്തിപ്പെടുത്താൻ കൂടുതൽ ശ്രദ്ധ നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം വിശദമാക്കുന്നത്. ഐക്യവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെങ്കിൽ രാഹുൽ ഗാന്ധി മറ്റൊരു പ്രതിപക്ഷ നേതാവിന് വഴിമാറണമെന്ന് പറഞ്ഞ അയ്യർ, രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നത് കണ്ടില്ലെന്നത് നമുക്കും കണ്ടടച്ചു കളയാം. ഇന്ത്യ മുന്നണിയെ ഫലപ്രദമായി നയിക്കാനും BJPയെ വെല്ലുവിളിക്കാനും ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരു ദേശീയ നേതാവ് ഇല്ലെന്ന് അയ്യർക്ക് അറിയാഞ്ഞിട്ടല്ല. നിരന്തരം BJPക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിയെ തളർത്താൻ BJPക്ക് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയുള്ള ശബ്ദത്തിന്റെ ആവശ്യകത വ്യക്തമാക്കി കൊടുക്കുകയാണ് അയ്യർജി. അതുമൂലം തന്റെ തലമുറയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ വഴിയൊരുക്കലിന്റെ ആദ്യപടി മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തോടുള്ള സംശയ ചോദ്യങ്ങളുടെ പിന്നാമ്പുറ ഉള്ളടക്കം. ഇന്ന് നിലവിൽ ദേശീയ തലത്തിലുള്ള അധികാരവും വിശ്വാസ്യതയും രാഹുൽ ഗാന്ധിക്ക് മാത്രമേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകും. ദയവ് ചെയ്ത് അയ്യർജി ഇത്രനാളും ഭക്ഷണം കഴിക്കാൻ മാത്രം തുറന്ന വായ അതുപോലെ തുടരുക. അയാൾ നയിക്കട്ടെ, അയാൾ തുടരട്ടെ, അയാൾ ഒരു നാൾ വിജയിക്കുക തന്നെ ചെയ്യും.